ലഖാര മോന അഗർവാളിന് വെങ്കലം. ബലാത്സംഗ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ മുകേഷിന്റെ രാജിക്കായി സമ്മർദ്ദം ശക്തമാകുന്നു. സംസ്ഥാന നേതൃത്വം തള്ളുമ്പോഴും രാജി അനിവാര്യമാണെന്ന നിലപാടിലാണ് CPM-ലെ വനിതാ നേതാക്കൾ. അതേസമയം രാജി ആവശ്യത്തിൽ ആനി രാജിയെ തിരുത്തി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തി. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന പവർ ഗ്രൂപ്പ് CPM-ലുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. മുകേഷ് കൊച്ചിയിലെത്തി അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തി. നടിയുടെ പരാതിയിൽ ബലാത്സംഗം ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി മുകേഷിനെതിരെ കേസെടുത്തെങ്കിലും രാജിവേണ്ടെന്ന നിലപാട് ആവർത്തിക്കുകയാണ് CPIM സംസ്ഥാന നേതൃത്വം. മുൻപ് UDF MLA-മാർക്കെതിരെ പീഡനക്കേസുകളിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായപ്പോഴും അവർ രാജിവെച്ചില്ലെന്നാണ് വാദം. എന്നാൽ ഇത് തള്ളിയാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് രംഗത്തെത്തിയത്. നിങ്ങൾ അങ്ങനെ ചെയ്തതുകൊണ്ട് ഞങ്ങൾ ഇത് ചെയ്തു എന്ന വിധത്തിലുള്ള നിലപാടല്ല സ്വീകരിക്കേണ്ടതെന്ന് പാർട്ടി വെബ്സൈറ്റിൽ എഴുതിയ ലേഖനത്തിൽ ബൃന്ദ കാരാട്ട് ചൂണ്ടിക്കാട്ടി. ലൈംഗിക പീഡനക്കേസിൽ ആരോപണ വിധേയരായ 2 MLA-മാരെ കോൺഗ്രസ് സംരക്ഷിക്കുകയാണെന്നും കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഇവരെ പിന്തുണയ്ക്കുന്നുവെന്നും ബൃന്ദ വിമർശിക്കുന്നു. അതിനിടയിലാണ് രാജിയെന്ന CPI നേതാവ് ആനി രാജയുടെ ആവശ്യം തള്ളി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തിയത്. കേരളത്തിലെ കാര്യം പറയേണ്ടത് സംസ്ഥാന നേതൃത്വമാണെന്ന് ബിനോയ് വിശ്വം. ഇവിടുത്തെ കാര്യം പറയാൻ ഇവിടെ CPIക്ക് നേതൃത്വമുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞു ഇവിടെയും അവിടെയും ഒന്നും രണ്ട് കാഴ്ചപ്പാട് CPIക്കില്ല. കേരളത്തിലെ CPI രാഷ്ട്രീയം പറയേണ്ടത്, നിലപാട് പറയേണ്ടത് കേരളത്തിലെ CPI സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ആനി രാജ NFIW നേതാവാണ്. അതൊരു പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിലപാട് പറയേണ്ടത് കേരളത്തിലെ പാർട്ടിയാണ്, സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ഇതെല്ലാം പാർട്ടിക്കകത്തുള്ള വ്യവസ്ഥാപിതമായ എല്ലാവർക്കും ബോധ്യമുള്ള അടിസ്ഥാന പാഠങ്ങളാണ്. CPIM-ലും പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുകേഷിന്റെ രാജി ആവശ്യത്തിൽ പാർട്ടിയിലെ ആളുകൾ പോലും സമ്മർദ്ദം ചെലുത്തിയിട്ടും മുഖ്യമന്ത്രി അനങ്ങുന്നില്ല. യഥാർത്ഥത്തിൽ കുറ്റവാളികൾക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. എല്ലാ തണലും ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുകേഷ് തീരുമാനം എടുക്കില്ലല്ലോ രാജിവെക്കാൻ. അദ്ദേഹം സ്വയം തീരുമാനം എടുത്തില്ലല്ലോ. അപ്പൊ CPM ആണ് എടുക്കേണ്ടത്. CPM എടുക്കുന്നില്ല. ഇപ്പൊ CPM പ്രതികൂട്ടിലായില്ലേ? CPM-ന്റെ ഓട് ഇടതുപക്ഷത്തിലെ ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകളെ സമ്മർദ്ദം ചെലുത്തിയിട്ടും പാർട്ടിയിലെ നേതാക്കളെ സമ്മർദ്ദം ചെലുത്തിയിട്ടും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അനങ്ങുന്നില്ല. മുകേഷിനെതിരെയുള്ളത് രാഷ്ട്രീയ ആരോപണമല്ലെന്നും ഗുരുതരമായ ആരോപണമാണെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അതീവ ഗുരുതര സ്വഭാവത്തിലുള്ളൊരു കേസാണ്. അതുകൊണ്ടാണ് രാജി ആവശ്യപ്പെടുന്നത്. രാജിയില്ലാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതുവരെ താൻ നിരപരാധിയാണെന്ന് പോലും പറയാൻ കഴിയാത്ത നിലയിലാണ് ആ MLA-യുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത്. അതേസമയം മുകേഷ് നിർബന്ധമായും MLA സ്ഥാനം രാജിവെക്കണമെന്ന് സാഹിത്യകാരനും CPI-യുടെ സാംസ്കാരിക വിഭാഗമായ യുവകലാസാഹിതിയുടെ സംസ്ഥാന അധ്യക്ഷനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതുപോലെ ഈ പദവിയും രാജിവെക്കാവുന്നതാണ്. പക്ഷെ അദ്ദേഹം അത് സമ്മതിച്ചിട്ടില്ലല്ലോ. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ലേ പറയുന്നത്. മുകേഷിനെ MLA സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് സ്ത്രീപക്ഷ സംഘടനകൾ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് കത്തയച്ചു. 2 ദിവസത്തിനകം MLA സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലെങ്കിൽ തിങ്കളാഴ്ച AKG സെന്ററിന് മുൻപിൽ പ്രതിഷേധം തുടങ്ങുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് കൊല്ലത്ത് പ്രതിഷേധം ശക്തം. വുമൺ ജസ്റ്റിസ് മൂവ്മെന്റിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും നേതൃത്വത്തിലാണ് മുകേഷിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ബാരിക്കേഡ് കടന്ന് മുകേഷിന്റെ ഓഫീസിലേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ച മഹിളാ